പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നത്തിൽ ഈശോയുടെ മുന്നിലായിരിക്കാൻ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലായിരിക്കാൻ അവിടുന്ന് നമുക്ക് കൃപ നൽകിയതിന്, അവസരം നൽകിയതിന്, യോഗ്യത നൽകിയതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാട്ടോ. കർത്താവ് എപ്പോഴും ഉണ്ടല്ലോ നമ്മളുടെ അധരങ്ങളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും വരുന്ന പ്രാർത്ഥനകളും യാചനകളും അപേക്ഷകളും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ കർത്താവിന് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടെ? അറിയാം. ബട്ട് സ്റ്റിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രയത്നം കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുവാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഞാനും നീ ഈശോയുടെ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കൂലേ, അപ്പോൾ ദ എമൗണ്ട് ഓഫ് ടൈം ബീങ് സ്പെൻഡ്, ആ ഒരു സമയമുണ്ടല്ലോ ഈശോയുടെ ഒപ്പം ചിലവഴിക്കുന്നത്, ഈശോയ്ക്ക് ഇഷ്ടമെന്നേ. നിന്റെ മനസ്സ് തുറക്കുന്ന ഈശോയ്ക്ക് ഇഷ്ടമെന്നേ. നീ ഈശോയുടെ ഒപ്പം സമയം ചിലവഴിക്കുന്ന ഈശോയ്ക്ക് ഇഷ്ടമെന്നേ. ഇന്നിപ്പോൾ ഈ സായാഹ്നത്തിൽ ഈ ആരാധനയിൽ നീ 3 മിനിറ്റ് ഉണ്ടാവൂല. ഈ 3 മിനിറ്റ് ഭക്തിയോടെ ദാഹത്തോടെ ഈശോയുടെ മുന്നിൽ നീ ചെലവഴിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമാന്നേ. ഈശോയ്ക്ക് ഇഷ്ടമാണ്. നീ മനസ്സ് തുറക്കണം. നീ മനസ്സ് തുറക്കുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇടപെടുന്നതായിരിക്കും. അതല്ല സങ്കീർത്തനം 119:26, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങെനിക്ക് ഉത്തരമരുളി. കണ്ടോ? എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ. വിവരിക്കണം. കർത്താവിൻ്റെ മുന്നിൽ നമ്മൾ വിവരിച്ചാൽ കർത്താവ് നമുക്ക് ഉത്തരമരുളും. അതുകൊണ്ടല്ലേ കർത്താവ് നഗരവീഥികളിലൂടെ നടന്നു പോകുമ്പോൾ 2 അന്ധരെന്താ ചെയ്യണേ? ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. അവസ്ഥ വിവരിക്കുകയാണ്. വിവരിച്ചു കഴിഞ്ഞപ്പോഴാ കർത്താവ് അവർക്ക് സൗഖ്യം കൊടുക്കണേ. വിവരിക്കണം. വിവരിക്കുമ്പോൾ കർത്താവ് അനുഗ്രഹം തരും. നീ ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നം എന്താ? നിരാശപ്പെട്ട് കഥകടച്ചിരിക്കല്ലേ. നീ ഇപ്പോൾ കടബാധ്യതയിലാണോ? നിന്റെ കുടുംബത്തിലൊരു സമാധാനവും ഇല്ലേ? നിന്റെ ജോലി സ്ഥലത്ത് പ്രഷറുണ്ടോ? നിനക്ക് രോഗങ്ങളുണ്ടോ? തടസ്സങ്ങളുണ്ടോ? ബന്ധനങ്ങളുണ്ടല്ലോ? ഡിസ്ക്രൈബ്. നീ വിവരിക്ക്. നീ നിന്റെ മനസ്സൊന്ന് തുറക്ക്. നിന്റെ ഭാരങ്ങളെല്ലാം കർത്താവിന് കൊടുക്കുക. എങ്കിലല്ലേ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ഉയർത്താൻ പറ്റുള്ളൂ. വിവരിക്കണം. കർത്താവിൻ്റെ മുന്നിൽ വിവരിക്കണം. അത് എളിമയുടെ ഭാഗമാണ്. അത് എൻ്റെ ഈഗോയും എല്ലാം വിട്ട് കർത്താവിൻ്റെ മുന്നിൽ എളിമയോടെ വിവരിക്കുമ്പോഴാ കർത്താവ് എനിക്ക് കൃപ തരിക. അതല്ല പരിശുദ്ധമ്മ പറയുന്നത്, കർത്താവ് തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന്. അത് വിവരിക്കാൻ പറ്റട്ടെ കേട്ടോ. ഇന്ന് നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. നന്നായിട്ട് ഉറങ്ങാനൊക്കെ സാധിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയുടെ മുമ്പിൽ ഹൃദയം തുറന്നു വയ്ക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.